ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? സാധാരണയായി നമ്മൾ കോംബോ ഇടാറുള്ളത് നാടൻ കോംബോ 10 എണ്ണത്തിൻ്റെ ഓഫറാണ്. എന്നാൽ ഇത്തവണ നമുക്ക് 9 റോസ് മാത്രമാണുള്ളത്. എല്ലാ തവണയും ഇടുന്നത് പോലെ നമുക്ക് 50 രൂപ കണക്കിലും 40 രൂപയും 30 രൂപ അങ്ങനെയുള്ള കണക്കിലൊന്നും നമുക്ക് ഇനി കോംബോ ഇടാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ മുൻ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മുടെ കോംബോ 9 എണ്ണത്തിൻ്റെ കോംബോയാണ്. ആദ്യമേ നമുക്ക് കോംബോയിൽ ഏതൊക്കെയാണ് ഉള്ളത് എന്നൊന്ന് കാണാം. പിന്നെ എല്ലാ തവണയും വരുന്നത് പോലെ തന്നെ എല്ലാ ബട്ടൺ റോസുകളും അതുപോലെ കുറച്ച് ക്ലൈമ്പിംഗ് റോസുകളും ഒക്കെ ആയിട്ടാണ് ഇപ്രാവശ്യത്തെ കോംബോ ഉള്ളത്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ എനിക്ക് വേഗം മെസ്സേജ് ഇടണം. കാരണം എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ ഇത്തവണയും നമുക്ക് കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് കിട്ടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയ പ്ലാന്റ്സ് കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഈ ചെറിയ പ്ലാന്റ്സിൻ്റെ ബിസിനസ് എല്ലാ പേരും നിർത്തി വരികയാണ്. ബഡായിരുന്നാലും നമുക്കിപ്പോൾ ചെറിയ ചെടികൾ കിട്ടുന്നില്ല. 2 ലിറ്റർ തൊട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 ലിറ്ററിൻ്റെ ഒരു കോംബോയാണ്. അതുപോലെ നിങ്ങൾ തരുന്ന പൈസയ്ക്കനുസരിച്ച് ചെടികൾ അത്രയും വളർന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ടെൻഷനോ നിരാശയോ വേണ്ട. ചെറിയ ചെടികൾ വാങ്ങുമ്പോൾ ചെറിയ പൈസ കൊടുക്കുന്നത് പോലെ തന്നെ കുറച്ചുകൂടെ പൈസ കൂടും. അത്ര തന്നെയാണ് ഈ പ്രാവശ്യത്തെ കോംബോയിലെ ആദ്യത്തെ ചെടി ഐസ് ലവ് റോസാണ്. ഇതൊരു ക്ലൈമ്പിംഗ് റോസാണ്. ക്ലൈമ്പിംഗ് റോസ് ഇഷ്ടമുള്ളവർക്കും നാടൻ റോസ് ഇഷ്ടമുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കോംബോയാണിത്. ക്ലൈമ്പിംഗ് റോസുകൾ മാത്രമല്ല, അല്ലാത്ത ബുഷ് ടൈപ്പ് റോസുകളും നമുക്ക് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ളത് എല്ലാ തവണത്തെയും പോലെ തന്നെ നമ്മുടെ സൂപ്പർ ഫെയറി ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ച് ഓർക്കിഡ് റോസിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. വളരെ വലിയ പ്ലാന്റ്സ് ആണ്, നല്ല നീളമുള്ള പ്ലാന്റ്സ് ആണ്. അതുപോലെ അടുത്തത് വൈറ്റ് വള്ളി റോസിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതും നല്ല വലിയ പ്ലാന്റ്സ് ആണ്. പിന്നെയുള്ളത് ബട്ടൺ റോസുകൾ കാണാം നമുക്കിനി. പിങ്ക് ബട്ടൺ, എല്ലാ തവണത്തെയും പോലെ പിങ്ക് ബട്ടൺ നമുക്ക് ഈ കോംബോയിലുമുണ്ട്. ബെഞ്ചായിട്ടുണ്ടാകുന്നു, ഒരു വിഷമവും ഇല്ലാതെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിങ്ക് ബട്ടൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഒരുപാട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കെയറിങ് വളരെ കുറച്ച് മതി എന്നുള്ളത് നമ്മുടെ സമ്മർ സ്നോ റോസിനെ കുറിച്ച്. ശരിയാണത്. കുറച്ച് കെയറിങ് കുറവായിരുന്നാലും എവിടെയെങ്കിലുമൊക്കെ ഓരോരോ പൂക്കൾ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ അതുപോലെ റെഡ് ബട്ടൺ റോസ് നമുക്ക് ഈ കോംബോയിലുണ്ട്. പിന്നെയുള്ളത് നിറയെ പൂവിടുന്ന റെഡ് റിച്ച് റോസുകളാണ്. റെഡ് റിച്ച് റോസുകളുടെയും നല്ല അടിപൊളി പ്ലാന്റ്സ് നമ്മുടെ കോംബോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് റെഡ് റിച്ച് റോസ്. റെഡ് റിച്ച് റോസ് ചിലപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡിലും വിരിയാറുണ്ട്. പിന്നെയുള്ളത് അഹല്യ റോസാണ്. നിങ്ങളെല്ലാ പേർക്കും ഇഷ്ടമുള്ളതാണ് അഹല്യ റോസ് എന്ന് എനിക്കറിയാം. അഹല്യ റോസൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ചെറിയ കവർ ചെടികളിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ലക്കാണ്. പലപ്പോഴും അത് കിട്ടാറില്ല. കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് നല്ല റേറ്റിനാണ് കിട്ടിയിരുന്നത്. 120 രൂപയ്ക്കൊക്കെയാണ് നമ്മൾ അഹല്യ റോസ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ കുറച്ചും കൂടെ ഒരു വില കുറവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോംബോയിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോംബോ പ്ലാന്റ്സ്. അപ്പോൾ 9 വെറൈറ്റികൾ നിങ്ങൾ കണ്ടു. നമുക്കിനി പ്ലാന്റ് സൈസ് കാണാം. ഇതാണ് ഓറഞ്ച് ഓർക്കിഡ് റോസിൻ്റെ അല്ലെങ്കിൽ സൂപ്പർ ഫെയറി ഓറഞ്ച് എന്നറിയപ്പെടുന്ന ഓൺ റൂട്ടഡ് ക്ലൈമ്പിംഗ് റോസിൻ്റെ പ്ലാന്റ് സൈസ്. വളരെ വലിയ പ്ലാന്റ്സ് ആണ്. നമുക്കിത് കുറച്ചെങ്കിലും ഒന്ന് മടക്കിയെങ്കിലും ബോക്സിൽ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കത് ഒരുപാട് CC ആവും. അത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെയുള്ളത് ബട്ടൺ റോസുകൾ. നമ്മുടെ സമ്മർ സ്നോ റോസും പിങ്ക് ബട്ടൺ റോസും അതുപോലെ റെഡ് ബട്ടൺ റോസും എല്ലാം നമുക്ക് ഈ ഒരു അളവിലാണ് വന്നിട്ടുള്ളത്. എല്ലാം നല്ല പ്ലാന്റ്സ് ആണ്. ഒരുവിധം നമ്മുടെ ലിറ്റർ കവറുകൾ വരെ പിടിപ്പിച്ചെടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് ഇത് ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് അത്രയും മെച്ചറായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ വില കൂടുതലായിട്ട് കോംബോയിൽ ഇടേണ്ടി വരുന്നത്. ഇങ്ങനെ നമുക്ക് കിട്ടുന്നുള്ളൂ. ചെറിയ കവറ്, ഇതിൻ്റെ എല്ലാം ചെറിയ കവറുകൾ കണ്ടിട്ട് കാലം കുറേയായി. ഇപ്പോൾ 2-3 പർച്ചേസായിട്ട് നമുക്ക് ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് വരുന്നത്. ഇത് അഹല്യ റോസാണ്. അഹല്യ റോസും നല്ല നല്ല പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഒരു നല്ല കോംബോയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോംബോ അല്ലാതെ സെപ്പറേറ്റ് വാങ്ങണമെങ്കിലും വാങ്ങാം. ഞാനത് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ റെഡ് റിച്ച് റോസുകളാണ്. ഇത് വീണ്ടും സമ്മർ സ്നോ റോസാണ്. ഇതൊരു അഹല്യ റോസാണ്. അത് സമ്മർ സ്നോയിൽ ഇരുന്നതാണ്. അതറിയാമല്ലോ. അത് രണ്ടും ഏകദേശം വിരിഞ്ഞ് കൊഴിയാറാവുമ്പോഴത്തേക്ക് അത് വൈറ്റ് ഷെയ്ഡിലോട്ട് മാറും. ചിലപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല ഇത് ഏതാണെന്നുള്ളത്. പക്ഷേ എല്ലാം നമ്മൾ തരംതിരിച്ച് വെക്കും. എന്നാലും ഇടയ്ക്ക് ഓരോന്നിങ്ങനെ കാണുമ്പോൾ വീണ്ടും മാറ്റി വയ്ക്കുന്നതാണ്. ഇത് സൂപ്പർ ഫെയറി ഓറഞ്ച് റോസാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള 9 പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് CC ഉൾപ്പെടെ 850 രൂപയാണ് വരുന്നത്. CC ഉൾപ്പെടെയാണ്. കാരണം ഈ 10 റോസും കൂടി വെക്കുമ്പോഴത്തേക്കും ഏകദേശം 2 കിലോയ്ക്കുള്ളിൽ നമുക്ക്
2 കിലോയ്ക്ക് മേലെ പോവെങ്കിലേ ഉള്ളൂ വെയിറ്റ്. അപ്പോൾ നമുക്ക് CC ഉൾപ്പെടെ 850 രൂപ ഇടേണ്ട ആവശ്യം അങ്ങനെയാണ് വരുന്നത്. ഒരുവിധം ഞാൻ ഏതോ ഒരു പ്ലാന്റിനൊക്കെ ഞാൻ 80 രൂപയൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് റൗണ്ട് ചെയ്ത് ഞാൻ എല്ലാത്തിനും ഒരു 80 രൂപ വെച്ച് കണക്കിലാണിപ്പോൾ ഞാൻ കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ നമുക്ക് കുറച്ച് നഷ്ടത്തിൽ തന്നെയാണ്. എന്നിരുന്നാലും ഒരു കോംബോ ആയിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോംബോയിൽ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം. നമുക്ക് അടുത്ത ആഴ്ച കോംബോ പാക്കിങ് സാധ്യമായേക്കും. അതായത് ഈ ആഴ്ച ഫുള്ള് എൻഗേജ്ഡാണ്. അയക്കാനുള്ളത് ഒരുപാടെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ച, അതായത് ഈ ആഴ്ച വ്യാഴം കഴിഞ്ഞാൽ അടുത്ത തിങ്കൾ ടു വ്യാഴത്തിനുള്ളിൽ ഒരു പക്ഷേ അയക്കാൻ കഴിയും. അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച ആദ്യത്തെ 2 ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് അയച്ചു തീർക്കാൻ പറ്റും. പെൻഡിങ് ഒന്നും നമ്മൾ വെക്കാറില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ കോംബോ വിശേഷം. എല്ലാ പേർക്കും ഈ കോംബോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. 850 ആണ്, 850. അപ്പോൾ റേറ്റ് ഈ കോംബോ താല്പര്യമുള്ളവർ എത്രയും വേഗം എനിക്ക് മെസ്സേജ് ഇടുക. ഈ ഇരിക്കുന്ന പ്ലാൻസ് മാത്രമേ ഉള്ളൂ, ഇനി വേറെ പ്ലാൻസൊന്നും നമ്മൾ നീക്കി വെച്ചിട്ടില്ല. ഇത്രയും പ്ലാൻസേ ഉള്ളൂ. അപ്പോൾ എത്രയും വേഗം മെസ്സേജ് ഇടുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള പ്ലാൻസേ ഉള്ളൂ. മാത്രമല്ല ഇച്ചിരി വലിയ കവറാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും എടുത്താലും നമുക്കത് മുതലാകത്തില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ പ്ലാൻസിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ പേരും വീഡിയോസ് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുപാട് പേരൊക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ ആയിട്ട് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. എല്ലാ പേർക്കും ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ 9 പ്ലാൻസിൻ്റെയാണ്, 10 പ്ലാൻസിൻ്റെ അല്ല. 9 പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കോംബോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.